ഇൻഫ്ലേഷൻ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലും അതോടൊപ്പം GDP വളർച്ച 8% മുകളിലുമുള്ള സ്ഥിരതയുള്ളതും വളർച്ചയുള്ളതുമായ ഒരു മാക്രോ ഇക്കണോമിക് അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗോൾഡിലോക്ക് എന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ പ്രവേശിച്ചു എന്നതാണ് RBI ഗവർണറായ സഞ്ജയ് മൽഹോത്ര ഈ അടുത്ത് അഭിപ്രായപ്പെട്ടത്. ഈ ഗോൾഡിലോക്ക് ഫേസ് എന്നത് ഉയർന്ന സാമ്പത്തിക വളർച്ചയും അതുപോലെ അസാധാരണമാം വിധം കുറഞ്ഞ ആ ഒരു പണപ്പെരുപ്പത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇക്കണോമിക് ടൈംസിൽ ഈ സമ്പദ് വ്യവസ്ഥ ഒരേ സമയം വളരെ കോൾഡ് ആയിട്ടുള്ളതോ വളരെ ഹോട്ട് ആയിട്ടുള്ളതോ അല്ലാത്ത ഒരു ഐഡിയൽ സ്റ്റേജാണ് ഈ ഗോൾഡിലോക്ക് ഫേസ് സൂചിപ്പിക്കുന്നത്. അതായത് മാന്ദ്യത തടയുന്ന സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച. എന്നാൽ ഈ വളർച്ച പണപ്പെരുപ്പം വർദ്ധിക്കും വിധം അത്ര ഉയർന്നതുമല്ല. ഡൊമസ്റ്റിക് ഡിമാൻഡ് സ്ഥിരതയുള്ളതായിരിക്കുന്നതിലൂടെ ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനം മെച്ചപ്പെട്ടു എന്നതാണ് ഗോൾഡിലോക്ക് ഫേസ് കാണിക്കുന്നത്. ഈ സാഹചര്യം ബാങ്കിംഗ് മേഖലയ്ക്ക് വായ്പാ വളർച്ച വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ പലിശ കുറവിൻ്റെ ആനുകൂല്യങ്ങൾ ഫലപ്രദമായി കൈമാറാനും ഇതോടൊപ്പം തന്നെ ഉൽപാദന മേഖലയ്ക്ക് സഹായം നൽകാനും ഒക്കെ തന്നെ സഹായിക്കുകയും ചെയ്യും.